പറഞ്ഞു കേട്ട ഒരു കഥ പറയാം. നാട്ടിലാകെ ജലക്ഷാമം നേരിടുന്ന സമയം തൻ്റെ കൃഷികളെല്ലാം നശിക്കുന്നത് കണ്ടു നിൽക്കാനാവാതെ ദരിദ്രനായ ഒരു കർഷകൻ തൻ്റെ അയൽക്കാരൻ്റെ കിണർ വാങ്ങി. വളരെ നാളുകളായി മിച്ചം പിടിച്ച തുകയായിരുന്നു അത്. പിറ്റേന്ന് അത്യധികം സന്തോഷത്തോടെ അയാൾ കിണറിനരികിലെത്തി. കയ്യിൽ കരുതിയ തൊട്ടിയും കയറും കിണറ്റിലേക്കിട്ട് വെള്ളം കോരാൻ ആരംഭിച്ചു. പക്ഷേ അയൽക്കാരൻ ശരിക്കും ഒരു ചതിയനും ദുരാഗ്രഹിയുമായിരുന്നു. താൻ എന്താ ഈ ചെയ്യുന്നേ? അയാൾ വിളിച്ചു ചോദിച്ചു. ചെടികൾക്കുള്ള വെള്ളം ശേഖരിക്കുകയാണ്, സന്തോഷത്തോടെ കൃഷിക്കാരൻ വിളിച്ചു പറഞ്ഞു. അതെങ്ങനെ ശരിയാകും? ഞാൻ കിണർ മാത്രമല്ലേ തനിക്ക് വിറ്റുള്ളൂ. കിണറ്റിലെ വെള്ളത്തിൽ തനിക്കെന്തധികാരം? പകച്ചുപോയ കർഷകനോട് അവിടുന്ന് പോകാൻ അയാൾ ആക്രോശിച്ചു. നിരാലംബനായ കർഷകൻ പരാതിയുമായി രാജാവിനരികിലെത്തി. രാജാവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ മന്ത്രി ഇരുവരെയും തൊട്ടടുത്ത ദിവസം വിളിപ്പിച്ചു. അയൽക്കാരൻ തന്റെ വാദത്തിൽ ഉറച്ചു നിന്നു. ഞാൻ ഇയാൾക്ക് കിണർ മാത്രമേ വിറ്റുള്ളൂ, കിണറ്റിലെ വെള്ളത്തിന് ഇയാൾ ഇനിയും വില നൽകണം. അയാൾ ശഠിച്ചു. മന്ത്രി പറഞ്ഞു, ശരി, പക്ഷെ താങ്കൾ കിണർ വിറ്റ സ്ഥിതിക്ക് അതിലെ വെള്ളം അവിടെ സൂക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഒന്നുകിൽ ആ വെള്ളം എത്രയും പെട്ടെന്ന് നീക്കുക, അല്ലെങ്കിൽ അതിനുള്ള വാടക നൽകുക. തൻ്റെ പദ്ധതി തെറ്റിയെന്ന് മനസ്സിലാക്കിയ അയാൾ മന്ത്രിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. നല്ലവനായ കർഷകനെ ചതിക്കാൻ ശ്രമിച്ചതിന് കിണറിന് വാങ്ങിയ തുകയുടെ പകുതി തിരിച്ചേൽപ്പിക്കാൻ മന്ത്രി ആജ്ഞാപിച്ചു. പണവും നൽകി അയാൾ ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഓർക്കുക, മറ്റുള്ളവരെ ചതിച്ച് ഒരിക്കലും ഒരാൾക്കും നല്ലവനാകാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചടിച്ചിരിക്കും. കേട്ടിട്ടില്ലേ, ചതി കാട്ടിയെന്നാൽ സ്വന്തം ചിത കൂട്ടിയെന്ന്.